ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൂഡിൽസ് റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരും നൂഡിൽസ് ഒരേപോലെയാണ് സാധാരണ ഉണ്ടാക്കാറ്. എന്നാൽ ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു നൂഡിൽസാണ് ഉണ്ടാക്കുന്നത്. ഇത് വളരെ സ്വാദാണ്. അതുമാത്രമല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ നിങ്ങൾ നൂഡിൽസ് ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു നൂഡിൽസ് വെച്ചിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു ചിക്കൻ ഫ്ലേവർ ആയിട്ടുള്ളൊരു മാഗി നൂഡിലാണ്. നമുക്ക് മാഗി നൂഡിൽ മാത്രമല്ല, നമുക്കിത് എന്ത് നൂഡിൽസ് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് ഇതിൻ്റെ മസാലയൊക്കെ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇതിന് മുന്നേ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, മസാലയൊന്നും ഇല്ലാത്തൊരു റെസിപ്പി. ഇതിനകത്ത് കിട്ടുന്ന മസാല ഉപയോഗിക്കാതെയുള്ള ഒരു ഹക്ക നൂഡിൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ തൊട്ട് മുകളിലിടാം. പിന്നെ ഇന്ന് നമ്മൾ മസാലയോട് കൂടിയുള്ള ഒരു നൂഡിൽസാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി. അപ്പോൾ ഞാൻ നൂഡിൽസ് ഒരു ബൗളിനകത്ത് പൊടിച്ചിട്ട് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഈ മസാല പൗഡർ ചിക്കൻ ഫ്ലേവറിൻ്റെ മസാലപ്പൊടിയാണ്. ഇത് ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് മാറ്റിയെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ഈ നൂഡിൽസ് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് മുഴുവനോടെ ഇടാം, അല്ലാതെ ഇടാം. ഞാനിവിടെ പൊടിച്ചിട്ടാണ്, കുനുകുനാന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത്. അതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് വരാം. അപ്പോൾ ഞാനൊരു ബൗളിനകത്തോട്ട് ഈ മസാല ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നൂഡിൽസ് ഒന്ന് തിളപ്പിച്ചെടുക്കണം. സാധാരണ നമ്മൾ എങ്ങനെ ചെയ്യാതെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ഈ നൂഡിൽസ് തിളപ്പിക്കാനുള്ള വെള്ളം അതിനൊരു കണക്കില്ല. ഞാനിവിടെ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 1/2 ലിറ്റർ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് തുടങ്ങിക്കഴിയുമ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ആദ്യം നൂഡിൽസാണ് ഇടുന്നത്. പക്ഷേ നമ്മൾ തിരിച്ചൊരു വ്യത്യസ്തമായിട്ട് നമ്മളിന്ന് മസാലപ്പൊടിയാണ്. എന്നാലാണ് മസാലപ്പൊടി നല്ലതുപോലെ വെള്ളത്തിലൊക്കെ ഒന്ന് പിടിച്ച് ആ നൂഡിൽസിലൊക്കെ ഒന്ന് ഇറങ്ങത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെള്ളം ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് ഈ മസാലപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളം നല്ലതുപോലെ തിളച്ച് തുടങ്ങി. മസാലയൊക്കെ നല്ലതുപോലെ വെള്ളത്തിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നൂഡിൽസും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ബീൻസ് അരിഞ്ഞതോ ക്യാരറ്റ് അരിഞ്ഞതോ ഒക്കെ ചേർക്കാം. ഞാൻ പക്ഷേ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നൂഡിൽസിൻ്റെ വെള്ളം നമുക്ക് നല്ലതുപോലെ വറ്റണം. ഇത് ഒത്തിരി ഒന്നും വറ്റിയിട്ടില്ല, ഇച്ചിരി കൂടെ വെള്ളം വറ്റാനുണ്ട്. നമുക്ക് അതുവരെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ അത്യാവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് ഇപ്പം ഇടേണ്ട കാര്യമൊന്നുമില്ല. മസാലയ്ക്കകത്ത് ഓൾറെഡി ഉപ്പുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇതിൻ്റെ പുറകെ ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി ഞാനിതൊരു ബൗളിനകത്തോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളിനകത്തോട്ട് മാറ്റി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഒരു സൂത്രം കൂടെ ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതാണ്, മുട്ടയാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര മുട്ട എടുക്കാം, 3ഓ 4ഓ. ഇനി കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് 1ഓ 2ഓ ഒക്കെ ചേർക്കാം. ഇനി മുട്ട ചേർത്തത് കൊണ്ട് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നൂഡിൽസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. മുട്ട ഒഴിക്കുന്നതിനേക്കാളും മുന്നേ അതിനകത്ത് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നില്ലെങ്കിൽ അതനുസരിച്ച് ഇടാം. പിന്നെ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂണോളം കൂടെയുള്ള കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി തന്നെ ചേർക്കുന്നതാണ് ടേസ്റ്റ്. ഇനി അതിഷ്ടമില്ലാത്തവർക്ക് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർക്കാം. അതുപോലെ തന്നെ ഞാൻ ഇച്ചിരി മല്ലിയില ഒന്ന് ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞതും ചേർക്കുന്നുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി, ഓപ്ഷണലാണ്. പക്ഷേ മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദുണ്ട് ഇതിന്. ഇനി നമുക്ക് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം, നല്ലതുപോലെ ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഈ നൂഡിൽസ് അധികം അങ്ങ് നമ്മൾ ഓൾറെഡി വെന്ത നൂഡിൽസ് ആയതുകൊണ്ട് ഒത്തിരി അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒന്നും കൂടെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് മുട്ട മാത്രം, മുട്ടയുടെ മഞ്ഞക്കരും ഒക്കെ നമുക്കൊന്ന് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് വളരെ ലൈറ്റായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. ഇനി നമ്മളിത് ഒരു പാനിനകത്ത്, ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഫ്രൈങ് പാനോ അല്ലെങ്കിൽ ഒരു സാധാ പാനിനകത്ത് നമ്മളിതൊന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ചുട്ടെടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട പൊരിക്കുന്നത് പോലെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇച്ചിരിയും കൂടെ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇവിടെ കുഞ്ഞുങ്ങൾക്ക് കുരുമുളക് പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി ചേർത്തത് കേട്ടോ. അപ്പോൾ ഇനി ഞാനൊരു ഫ്രൈങ് പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി എണ്ണയാണ്, വെളിച്ചെണ്ണയല്ല, സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഞാനൊന്ന് തൂത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ദോശ ഒക്കെ നമ്മൾ ചുട്ടെടുക്കത്തില്ലേ, അതേപോലെ നമ്മൾ മുട്ട നമ്മളൊരു തവയിൽ കോരി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത് നമ്മൾ മുട്ട സാധാരണ എങ്ങനെയാണ് പൊരിക്കുക അതേപോലെയാണ് പൊരിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒണിയൻ അതുപോലെ ചില വെജിറ്റബിൾസ് ഒക്കെ ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ നമ്മളൊരു നൂഡിൽസ് വേവിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചേർക്കാം കേട്ടോ. ഒണിയൻ അല്ലെങ്കിൽ ബീൻസ്, ക്യാരറ്റ് അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാൻ വളരെ പ്ലെയിൻ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് ഇച്ചിരി കൂടെ കഴിക്കാൻ ടേസ്റ്റ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇഷ്ടാനുസരണം ഇതൊക്കെ മാറ്റാം. ഇതൊരു നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. നമുക്ക് എന്നും ഈ കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസൊക്കെ കഴിച്ചും അടുത്ത കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ നല്ല ഇഷ്ടത്തോടെ കൂടെ കഴിച്ചോളും. കാരണം ഇത് വളരെ ലൈറ്റാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഈ നൂഡിൽസ് കഴിക്കാൻ കിട്ടുമ്പോഴൊക്കെ കുഞ്ഞുങ്ങൾക്ക് അത് വളരെ ഇഷ്ടപ്പെടും. ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, കുഞ്ഞുങ്ങളുടെ എല്ലാവരുടെ ഒരു ബേസിക് സ്വഭാവമല്ല മിക്കവർക്കും. അതുകൊണ്ട് അവർക്ക് അതൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഞാനിതൊന്ന് മറിച്ചിടാൻ പോവാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു വെറൈറ്റി ഡിഷ് ഇവിടെ റെഡിയാണ്. ഇനി നൂഡിൽസ് എന്നും ഒരേപോലെ ഉണ്ടാക്കി മടുത്ത് കുഞ്ഞുങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പ് പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളാണ്. എന്നാൽ കുഞ്ഞുങ്ങളുടെ വയറ് നല്ലതുപോലെ നിറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ അതിന് മുന്നേ ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് ഇതിൻ്റെ അകം ഒക്കെ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കേട്ടോ. ഇത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മുട്ട ഓംലേറ്റ് ആണ് കേട്ടോ. ഇത് നോക്കിക്കേ, ഇന്ന് ചെറുതായിട്ടൊന്ന് മുറിക്കുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇത് മുറിഞ്ഞു പോകുന്നത്. അത്രയും സോഫ്റ്റാണ് ഇതിൻ്റെ അകം. പിന്നെ ഇതിൻ്റെ അകത്തുള്ള നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ്. ആ മുട്ടയ്ക്കുള്ളിൽ നൂഡിൽസ് വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു സ്വാദ് കൂടുന്നത്. അല്ലാതെ നമ്മളൊരു സാധാരണ ഓംലേറ്റ് ഉണ്ടാക്കി കഴിച്ചെന്നാൽ അല്ലെങ്കിൽ ഒരു സാധാരണ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചെന്നാൽ നമുക്ക് ഇത്രയും ടേസ്റ്റ് കിട്ടത്തില്ല. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഇതിന് ഒരു എക്സ്ട്രാ രുചി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യുക. ഒപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.